ഇത്തിരി നാണം പെണ്ണിൻ കവിളിനു കുങ്കുമമേകുമ്പോ മംഗളഗന്ധം ആണിൻ കരളിനെ ഇക്കിളിയൂട്ടുമ്പോ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. ഇത്തിരി നാണം പെണ്ണിൻ കവിളിനു കുങ്കുമമേകുമ്പോ മംഗളഗന്ധം ആണിൻ കരളിനെ ഇക്കിളിയൂട്ടുമ്പോ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. മകരി സദസ സരിമ റിമപ മപദ ധസ ധസ ദസരി മഗരി മഗ ധസ ധസ ദസരി മഗരി മഗ ധസ ധസ ദസരി മഗരി മഗ. ഊടം തുഴയും മാൻമിഴികളെ സ്വപ്നം തഴുകും നേരം സ്വപ്നം മരുളും താരണികളിൽ മോഹം മുതിരും നേരം. മോടം തുഴയും മാൻമിഴികളെ സ്വപ്നം തഴുകും നേരം സ്വപ്നം മരുളും താരണികളിൽ മോഹം മുതിരും നേരം. മിഥുനങ്ങളെ പുലരട്ടെ നിങ്ങളുടെ നാളുകൾ പുതുമൊട്ടിൻ കിങ്ങിണിയോടെ ജീവിതമെന്നും മധുവിധുവാകാൻ ഭാവുകമേകുന്നു. ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. പമരിമ പപ്പമരിമ ധദ പദ സദസ ധദ പമപ ധദ പമപ ദസ സനി ധരി സനി ദപമരി പപ്പമരിമ പപ്പമരിമ ധദ പദ സദ പമ ധദ പമപ ധദ പമപ ദസ സനി ധരി സ ദസരി മരി മരി സരി സദ പമ പപ സദ പമ മഗരി മരി മ ധദ സനി ധരി രി ധദ സ പാരി മരിമ സരിമ ധസരി മപധസ. ഇത്തിരി നാണം പെണ്ണിൻ കവിളിനു കുങ്കുമമേകുമ്പോ മംഗളഗന്ധം ആണിൻ കരളിനെ ഇക്കിളിയൂട്ടുമ്പോ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. ഗോവിന്ദ് പറൂ, എങ്ങനെയുണ്ടായി സ്വരം റൗണ്ട്? സ്വരം റൗണ്ട് ശരി കടുപ്പായി. ആണോ? അല്ല, പാട്ടെടുത്തതിന് ശേഷമാണ് നൊട്ടേഷൻ നോക്കിയത്. അപ്പൊ പിന്നെയാണ് മനസ്സിലായത് കുറച്ച് ഇങ്ങനെ. അപ്പൊ പെട്ടുപോയി? അങ്ങനല്ല, എന്നാലും കുറച്ച് സ്വരങ്ങള്. അപ്പൊ പാട്ട് മാറ്റായിരുന്നു തോന്നിയോ നിനക്ക്? അങ്ങനെയല്ല, ഉണ്ടായിരുന്നു പറഞ്ഞതാ. ഓക്കെ. എം ജി സാർ. ഗോവിന്ദോ സാർ, സുഖമാണോ? സുഖം സുഖം. നല്ല പാൻറ് കേട്ടു. കാരണം എത്ര തട്ടാ നോക്കി. അതാ ശരിയല്ലേ? ചവിട്ടി കയറി പോവാം മേലോട്ട്.
ഇത് ഇവിടുന്ന് ഓൺലൈനാണോ അത് വാങ്ങിച്ചാണോ? എവിടെ ഇല്ല, കുറച്ച് മുമ്പ് പഠിച്ചതാ. കുറച്ച് മുമ്പേ കുറച്ച് വാങ്ങിച്ചാണോ? മുമ്പോ? ആ അതാണ് കീറിപ്പോയത്. മുൻപേ എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പാണോ? അല്ലല്ല, കുറച്ച് മുമ്പേ കീറിയിട്ടുണ്ടല്ലേ? ഇല്ല, ഇത് ഡിസൈൻ കണ്ടപ്പോ എടുത്തതാ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ്. പാട്ടും കൊള്ളാം, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ആ മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യം, ശ്രുതി. യെസ്. അത് ചില സ്ഥലങ്ങളിൽ ഒരടി താഴെയായിരുന്നു. അതാണ് ആ സ്വരമില്ലേ ആദ്യത്തെ പാടുന്നത്, മകരി മകരി. അതൊന്ന് പാടിക്കേ. മകരി 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 സദസ സരിമ സദസ. മകരി മകരി സദസ സരിമ റിമ പ മപദ അടുത്തത് ധസ ധസ ദസരി. ആ പോർഷന് ടെലികാസ്റ്റ് ചെയ്യുമ്പോ ഒന്ന് കേൾക്കണം കേട്ടോ. ആ, സർ. ദാസ ദാസ ദസരി എന്നുള്ളത് ഒരു വേറൊരു നോട്ടിലാ ചെന്ന്. അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതൊന്ന് പാടിക്കാം. ദാസ ദസരി ധസ ധസ ദസരി രീ ശ്രുതി. ദസരി രീ സ രീ സ രീ കേറട്ടെ. രീ ആ. ധസ ധസ ദസരി ധസ ധസ ദസരി ആ. ധസ ധസ ദസരി. അങ്ങനെ പാടിക്കൊണ്ടിരിക്കാനല്ല, അടുത്തും കൂടെ പാടാം. അല്ല, ഞാൻ ഇമ്പോസിഷൻ ഇട്ടൊന്നുമില്ല. ഞാനത് മൂന്നോട്ട ധസ ധസ ദസരി മകരി മഗധ. ഫീമെയിൽ. അപ്പൊ പെട്ടെന്ന് ഓക്കെ. അതുപോലെ തന്നെ സ്വപ്നം മനസ്സിലായി. അവിടെ നിന്ന് പാടിക്കേ. ഓടം തുഴയും തുഴയും ഓടം തുഴയും മാൻമിഴികളെ സ്വപ്നം മാൻമിഴികളെ സ്വപ്നം തഴുകും നേരം ആ സ്വപ്നം മരുളും താരണികളിൽ 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 മോഹം. അവിടെ എന്തോ സ്വരം പാടി. പപ്പമരിമ പപ്പമരിമ ധദ പദ സദ പമാ. അത് പാട്. താരണികളിൽ താരണികളിൽ ആ. താരണികളിൽ മോഹം മുതിരും നേരം മോടം നേരം നേരം സദപമരി അല്ലേ? സനിതപമരി സനിതപമകരി. ആ റൂട്ടാണോ വരുന്നത്? സനിതപമരി. ആ, അപ്പൊ അത് ക്ലിയർ ആയിട്ട് നേരം മോടം നേരം നേരം അത് ഫ്ലോ ആയിട്ട് വരട്ടെ. നേരം ഓക്കെ നേരം. ഓക്കെ. പിന്നെ വരുന്ന ഈ ജീവിതമെന്നും ജീവിതമെന്നും മധുവിധുവാകാൻ ഭാവുകമേകുന്നു. ഇപ്പൊ മധു ധു ഒക്കെ വന്നു. നേരത്തെ രണ്ടെണ്ണം മധുവിധു ആകാൻ എന്ന് പാടി. മധു. ആ, അപ്പൊ അതൊക്കെ നല്ല ഇതായിട്ട് പാടണം. പിന്നെ ലാസ്റ്റ് പാടിയപ്പോ ഇക്കിളി കൂട്ടാൻ അങ്ങനെ ഇക്കിലി എന്നാ പാടിയത്. ഇക്കിലിയാണോ കൂട്ടിയത്? കൊച്ചെ കള്ള ശരിക്കും പാടി ഇക്കിളിന്ന്. ഇത്തിരി നാണം. അത് ഒന്ന് അടിച്ചു പാട്. ഇത്തിരി നാണം പെണ്ണിൻ കവിളിന് തന്നനാനീ. അങ്ങനെ ഇത്തിരി നാണം പെണ്ണിൻ കവിളിനു കുങ്കുമമേകുമ്പോ മംഗളഗന്ധം ആണിൻ കരളിനെ ഇക്കിളിയൂട്ടും. ഇക്കിളി ഇക്കിളി ആ ഇക്കിളിയൂട്ടുമ്പോ. ശരി ശരി. ഒന്നുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. പാടുമ്പോഴേ നല്ല പാട്ടുകാരനാണ്, ബട്ട് ശ്രുതി മെയിനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഈ പാട്ടിന്റെ ഇതുണ്ടല്ലോ, ആ ഒരു കിക്കുണ്ടല്ലോ, തത്ത 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 കിതക തകൻ തത്ത തത്ത എന്ന് പറയുമ്പോൾ ഇത്തിരി നാണം പെണ്ണിൻ അവിടെ എല്ലാം അടിച്ചടിച്ച് പാടണം. ഓക്കെ സാർ, തൽക്കാലം മനസ്സിലായി. മനസ്സിലായി. അടുത്ത പാട്ടില് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ആ പാട്ടിന് എന്ത് വേണോ അതിനനുസരിച്ച് വരിക. ഗുഡ് ലക്ക്. ഷുവർ സാർ. താങ്ക് യു സർ. ഷാനിക്ക. ഗോവിന്ദ ഷാനിക്ക നന്നായിട്ട് പാടി. താങ്ക് യു ഷാനിക്ക. ഞാനിപ്പം ശ്രീകുട്ടൻ ചേട്ടൻ പറഞ്ഞല്ലോ അടിച്ചു പാടണമെന്ന്. ആ ഒരു അറ്റാക്ക് വേണം ഒരു ലൈൻസിന്റെ ബിഗിനിങ്ങിൽ. പിന്നെ എനിക്ക് ഫസ്റ്റ് ഒന്ന് ആശംസാന്റെ പ്ലാൻ ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് വഴുതിയോ എന്ന് ചെറിയൊരു സംശയം. ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. ഇങ്ങനെ അങ്ങ് പോവാണ്. അത് ഒട്ട കമ്പോസിഷൻ. നൽകുന്നു ഞാൻ നൽകുന്നു നൽകുന്നു ഞാൻ. എനിക്ക് ആശംസ ആ ലൈൻ ഒരു ചെറിയൊരു കൺഫ്യൂസിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ മെയിനായിട്ട് എഴുതി വെച്ചത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ശ്രുതി കുറച്ച് അവിടെ ഇവിടെ ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ഒരു മമ്മ വന്നില്ലേ, അതിൽ രണ്ടാമത്തത് ചെറുതായിട്ടൊന്ന് ചളങ്ങിയോ എന്നൊരു സംശയം. ഇപ്പൊ സെക്കൻഡ് എടാ ഒന്ന് പാടിയടാ ആ ഫുൾ നൽകുന്നു ഞാൻ കഴിഞ്ഞിട്ട്, എന്നിട്ട് കൗണ്ടർ ശ്രേയ പാടും.
വേറെ അതല്ലല്ലോ. അങ്ങനെയല്ല. എന്തോ അവിടെ അതൊന്ന് ശ്രദ്ധിക്കണം. അതൊന്ന് പിന്നെ അത്രയ്ക്ക് എഴുതിയുള്ളൂ. ഗോവിന്ദ് ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള സിംഗറാണ് ഗോവിന്ദ്. അതിൽ യാതൊരു തർക്കമില്ല കേട്ടോ. എന്ത് ടൈപ്പും പാട്ടും ആ ഒരു ബോഡി ലാംഗ്വേജ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഗോവിന്ദ് പെർഫോം ചെയ്തത്. അതൊക്കെ അടിപൊളിയാണ്. ഈ ശ്രുതി എന്ന് പറയുന്ന സംഭവം ശരിക്കും ഗോവിന്ദ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഈ ഔട്ട്ഫിറ്റും പരിപാടികളൊക്കെ നല്ല രസമുണ്ട്. പാന്റിന് മാച്ച് ചെയ്യുന്ന പോക്കറ്റും മൊത്തത്തിൽ രസമുണ്ടായിരുന്നു കേട്ടോ ഗോവിന്ദ്. അപ്പം ഇത് ഈ ശ്രുതി മാക്സിമം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ശരത് സാർ. ചക്ര ഗോവിന്ദേ, ശരി സാർ. ഉഗ്രം പാട്ട്, നല്ല വളരെ എന്താ പറയുക ഒരു പ്ലസന്റ് ആയിട്ടൊരു പാട്ട്. ഗോവിന്ദനെ കൊണ്ടൊക്കുന്ന വിധത്തിലൊക്കെ പാട്ട്. പക്ഷേ ഇതിനേക്കാളും നിനക്ക് നന്നാക്കാം ഈ പാട്ട്. ഈ മഹാ ഉഴപ്പനാന്നുള്ളത് ഓരോ ദിവസം കഴിയുന്നതോറും തെളിയിച്ചുകൊണ്ടിരിക്കുക. കുറേ കൂടെ പാട്ടിലും കൂടെ ശ്രദ്ധിക്കുക. പറ്റുമല്ലോ. പ്രധാനമായിട്ട് കവിളിന് കുങ്കുമമേകുമ്പോൾ അതുപോലെ ആശംസ പുഷ്പങ്ങൾ അതൊന്ന് സന്തോഷിക്കും. ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. അത്ര ഐറ്റം ഉണ്ട്. അപ്പൊ അത് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പാടണം. ബ്യൂട്ടിഫുൾ കോമ്പസിഷൻ, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഓണം അതറിയാല, അണ്ണം പറഞ്ഞു. അതുപോലെ മധുവിധു ഭാവുകം ആ സ്വരം ഒന്ന് പാടാമോ? പമരിമ പമരിമ ധദ പദ സദ പമ ധദ പമ പ ധദ പമ പദ സ ദസ സനി ധരി സനി ധ പമരി പമരിമ പമരിമ ധദ പദ സദ പമ ധദ പമ പ ധദ പമ പദ സ ധനി സരി സ ദസ ദസ സനി ധരി സ സനിധരിയാണ്. സനിധരി അടുത്തത് ദസരി മരി ദസരി മരി എന്ന് പറയുമ്പോ അത് ഏത് സ്വരമാണ്? ദസരി മസരി സമരി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വണ്ടർഫുൾ. അത് പാടുന്നതിന് തെറ്റൊന്നുമില്ല. നിനക്ക് അറിയാമോന്ന് അറിയാനൊന്നും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നീ ജയിച്ചു. ബുദ്ധിമാൻ. ഒക്കെ ഈ അനുബന്ധമൊക്കെ പാടും നല്ല അത് നല്ല രസമല്ല അത് കേൾക്കാൻ. അതപ്പോൾ നന്നായിട്ട് കൊണ്ട് പാടണ്ടേ. ഈ തേനെത്തി അതോ തുടങ്ങുമ്പോൾ അതങ്ങ് കലക്കണ്ടേ വെച്ച്. ഇപ്പം എന്തൊക്കെയാലും ഗോവിന്ദ നമുക്ക് ഇത്രയും പോരാ കേട്ടോ. ഒന്ന് പിടിച്ചോണം. എന്തൊക്കെയാലും അത് ഇതിനെ കൊണ്ട് പറ്റും ഗോവിന്ദ. ഒന്ന് ശ്രമിക്കും കേട്ടോ. താളത്തിന്റെ കാര്യത്തിൽ ഞങ്ങളെ ഞെട്ടിച്ചില്ലേ നീ, അതുപോലെ പാടിയും കൂടെ ഞെട്ടിക്കും. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ആ പാനിലുള്ള കീറിലൊക്കെ യഥാർത്ഥമായിട്ട് കീറിയിരുന്നെങ്കിൽ ഞങ്ങളിപ്പം ഞെട്ടിയേനെ. എന്തൊക്കെയാലും ഗോവിന്ദ നല്ലൊരു പാട്ട്. നിനക്ക് ആരാ ഇത് സെലക്ട് ചെയ്ത് തന്നെ? ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സോങ്. ഓ അത്രയൊക്കെ ബുദ്ധിയുണ്ട് ഇപ്പോ. ബാക്കിയുള്ളവർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ആളല്ലേ ഗോവിന്ദ്. മറന്നുപോയോ സാർ? അവന്റെ പാട്ട് അവനല്ലേ സെലക്ട് ചെയ്തു. ക്ഷമിക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. ചേച്ചി. ഗോവിന്ദ് ചേച്ചി സൂപ്പർടാ. താങ്ക് യു ചേച്ചി. എനിക്ക് ഗോവിന്ദിന്റെ വോയിസ് ടെക്സ്ചർ ഇഷ്ടപ്പെട്ടു ഈ പാട്ടിൽ. സ്പെഷ്യലി തുടങ്ങിയ സമയത്തൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല പ്ലെസന്റ് ആയിട്ട് നിന്ന് പാടിയ തുടക്കമൊക്കെ. പിന്നെ ഇടയിൽ മിഥുനം എത്തിയപ്പോഴത്തേക്ക് ഒന്ന് ടെൻഷൻ കയറി. അവിടെ ഒന്ന് സ്ലിപ്പായി പോയി. ഇതിനകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എന്നല്ല എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇനി എനിക്ക് പറയാനും മാത്രം ഒന്നും ബാക്കി വെച്ചിട്ടില്ല. പക്ഷെ എന്നാൽ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഗോവിന്ദിന്റെ വോയിസ് ആണ്. ആ തുടക്കം വളരെ ഭംഗിയായിരുന്നു. അതിൽ ആ വോയിസ് നല്ല ചിരിച്ച് പാടുന്നുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു പോർഷനൊക്കെ ഭംഗിയായി. ഇതിൽ ഒരു വ്യക്തമായ ഒരു പോർഷൻ ആ മിഥുനം ആ ഏരിയ ആയിരുന്നു. പക്ഷെ അതിൻ്റെ സ്വരം പാടിയപ്പം നല്ല വൃത്തി ഉണ്ടായിരുന്നു. അത് നല്ല കുറച്ചുകൂടെ സ്ട്രെസ് ഇല്ലാണ്ട് പാടി ആ പോർഷൻ. അതേപോലെ സ്വരം പാടിയപ്പോൾ ആദ്യം പാടിയപ്പം മധ്യമത്തിന് പകരം ഷഡ്ജമാണ് പാടിയത്. സ്വരസ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി. പക്ഷേ അല്ലാതെ നോക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഗോവിന്ദായിരുന്നു. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഗോവിന്ദിനേക്കാളും വോയിസ് വൈസ്, അതായത് ശബ്ദത്തിലൂടെ ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്തു. നല്ല വോയിസ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഇനി അത് കുറച്ചുകൂടി ബിൽഡപ്പ് ചെയ്യുക. ശ്രുതി ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. അതല്ലാതെ എല്ലാം മംഗളം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ മാർക്സ് ചോദിക്കാം. ജഡ്ജസ് അതിനു മുന്നേ നമ്മുടെ കോറസ് ഒറ്റയ്ക്ക് നിന്ന് പാടിയൊരു കുട്ടി, ശ്രേയക്കുട്ടി.
ശ്രേയ എവിടെ? നന്നായിരുന്നു മോളെ. അയ്യോ നീ ആ ഇരുട്ടത്ത് നിന്നിട്ട് കണ്ടില്ല കേട്ടോ. Sorry, ആ കളർ എല്ലാം കൂടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് അവളുടെ ഡ്രസ്സും എല്ലാം ഒരുപോലെ ഒരു സെറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും എന്ന് വിചാരിച്ചു. സോറി ശ്രേയ, നന്നായിരുന്നു. വെരി നൈസ്. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. MG സർ. 8.8. ഷാനിക്ക സെയിം 8.8. താങ്ക് യു ഷാനിക്ക. ചേച്ചി. 8.8. താങ്ക് യു ചേച്ചി. ശരത് സർ. സെയിം. ഓക്കെ, സോ ടോട്ടൽ 26.4. അരെ വാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.